തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദത്വം അത് സത്യമായി പുലരുക തന്നെ ചെയ്യേണ്ടതാണ്. അഥവാ ജീവിതം സത്യമാണെങ്കിൽ മരണവും സത്യമാണല്ലോ. അതിനേക്കാൾ സത്യമാണ് മരണത്തിന്റെ ശേഷമുള്ള ഖബർ ജീവിതം. അതുപോലെ തന്നെ മഹ്ശറ, അതുപോലെ തന്നെ സ്വർഗനരകങ്ങൾ, വിചാരണ, എല്ലാം അള്ളാഹു എന്തൊക്കെ നമ്മളോട് നടക്കാനിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ അതിൽ ഒരു പൊളിയുമില്ല, ഒരു കളവുമില്ല, മുഴുവനും യാഥാർത്ഥ്യമാണ്. അത് മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു നമ്മോട് പറയുന്നത് എന്താ? ആ യാഥാർത്ഥ്യമായി പുലരാൻ പോകുന്ന പരലോക ജീവിതത്തിലെ നിന്റെ വിജയത്തിന് തടസ്സമായി ഭൂമിയിൽ നിനക്ക് രണ്ട് സംഗതികൾ വന്നു നിൽക്കുന്നുണ്ട്. ആ രണ്ട് സംഗതികളും നിന്നെ വഞ്ചനയിൽ പെടുത്തിയാൽ സത്യമായ പരലോകത്തെത്തുമ്പോ നീ കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് ഭൂമിയിൽ വെച്ച് തന്നെ അവന്റെ പ്രവാചകനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തോട് പറയാണ്, ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, ദുനിയാവ് നിങ്ങളെ വഞ്ചിച്ച് കളയല്ലേ ജനങ്ങളെ. ഈ ലോകത്തിനൊരു പ്രത്യേകതയുണ്ട്, അതിലെ അലങ്കാരങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അത് മനുഷ്യന്റെ കണ്ണ് വല്ലാതെ മഞ്ഞളിപ്പിക്കും, അതവനെ വല്ലാതെ ആകർഷിക്കും. അവനെ കണ്ണഞ്ചിപ്പിക്കുന്ന മായാവലയത്തിൽ അകപ്പെടുത്തിയിട്ട് ഇത് തന്നെയാണ് എല്ലാം എന്ന ചിന്തയുണ്ടാക്കിയിട്ട് മനുഷ്യനെ കൊണ്ട് തോന്നിവാസം ചെയ്യിക്കുവാനുള്ള ഒരു പ്രത്യേകമായ സാഹചര്യമാണ് ദുന്യാവിലെ സുഖസൗകര്യങ്ങൾക്കുള്ളത്. അതുകൊണ്ട് എല്ലാം ഇവിടെയാണെന്ന ധാരണയോടെ ആരും ദുന്യാവിലാണ് എല്ലാമെന്ന് വിചാരിച്ചിട്ട് ഈ ലോക ജീവിതത്തിൽ വഞ്ചിതനായി പോയിക്കൂടാ. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, ഈ ലോക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങളെ വഞ്ചിക്കുന്ന ഒരു ശക്തിയുണ്ട്, അത് ചെകുത്താനാണ്. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, ആ മഹാവഞ്ചകനായ ശൈത്താനുണ്ടല്ലോ, അവനും നിങ്ങളെ ചതിയിൽ അകപ്പെടുത്തരുത്. ദുന്യാവും വഞ്ചിക്കും, ശൈത്താനും വഞ്ചിക്കും. അതുകൊണ്ട് ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വാ, തീർച്ചയായും പിശാചെന്ന് പറയുന്നത് നിങ്ങളുടെ ശത്രുവായി തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളവനെ ശത്രുവായി തന്നെ കാണണേ. എന്തിനാ റബ്ബങ്ങനെ പറയുന്നത്? ഒരു ശത്രുവിന്റെ കോലത്തിലല്ല ശൈത്താൻ നമ്മെ പഴപ്പിക്കാൻ വരുന്നത്, ഒരു മിത്രത്തിന്റെ സംസാരത്തിലാ വരിക. ഗുണകാംക്ഷിയുടെ റോളിലാണ് ശൈത്താൻ കടന്നു വരിക. അതുകൊണ്ട് വഞ്ചനയിൽ അകപ്പെട്ടു പോകരുത്, ശൈത്താനെ ശത്രുവായി തന്നെ കാണണേ. കാരണം ഇന്നമായ ഹിസ്ബഹു, അവൻ അവന്റെ പാർട്ടിക്കാരെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നത് ലിയകൂനൂ മിൻ അസ്ഹാബിസ് സഈർ, കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ അവകാശികളാക്കി ജനങ്ങളെ മാറ്റി തീർക്കുവാനാണ് ശൈത്താൻ പണിയെടുക്കുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് എന്നോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, പരലോകത്ത് വിജയം നേടാനും പരലോകത്ത് സ്വർഗം ലഭിക്കുവാനും നമുക്ക് ഈ ദുനിയാവിൽ രണ്ട് കാര്യങ്ങളാണ് തടസ്സമായി വരുന്നത്. ഒന്ന്, ഈ ലോകത്ത് നമ്മുടെ മുമ്പിൽ നിറഞ്ഞുകിടക്കുന്ന ദുനിയാവിന്റെ സുഖങ്ങളാണ്, സൗകര്യങ്ങളാണ്. ആ സുഖങ്ങളെയും സൗകര്യങ്ങളെയും അത് തന്നെയാണ് ജീവിതം എന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ തോന്നിപ്പിച്ചിട്ട് അതിലേക്ക് വെറുതെ വ്യാമോഹങ്ങൾ കൊണ്ട് നമ്മെ വഴുതിക്കൊണ്ടുപോയി നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനുള്ള ചെകുത്താനും ഇവിടെ സജീവമാണ്. അതുകൊണ്ട് ജനങ്ങളെ വളരെ ഗൗരവത്തോടെ പരലോക വിജയം നഷ്ടപ്പെടാതെ, ദുന്യാവിന്റെ വളവളപ്പിൽ വഞ്ചിതരാവാതെ, ശൈത്താന്റെ ശർറിൽ അകപ്പെടാതെ കാത്തുകൊള്ളണം എന്ന് അല്ലാഹു തആല പറയുമ്പോ ആ കൃത്യമായ നിർദ്ദേശത്തിന് പരിഹാരം അല്ലാഹു പറയുന്നുണ്ട്. ഈ രണ്ട് പ്രശ്നങ്ങളിലും നിങ്ങൾ അകപ്പെടാതിരിക്കാൻ എന്താണ് വേണ്ടത്? അതിന് നിങ്ങൾ ദീന് പഠിക്കണം, ദീനിൽ അടിയുറച്ചു നിൽക്കണം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا فلا خوف عليهم ولا هم يحزنون എന്ന് ഒരിടത്ത് അല്ലാഹു പറയുമ്പോ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നത് തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും
توعدون. ശരിക്ക് ശ്രദ്ധിച്ചോ പ്രിയമുള്ളവരെ, ഈ ദുന്യാവിന്റെ ചതിയിൽ അകപ്പെടാതെ, ശൈത്താന്റെ ചതിയിൽ അകപ്പെടാതെ, മരണം എന്ന യാഥാർത്ഥ്യത്തിന്റെ നേരത്തും ഖബറിലും നാളെ മഹ്ശറിലുമൊക്കെ എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടണം എന്നുള്ളതല്ലേ നമ്മുടെ മോഹം. അതിന്റെ മുമ്പിൽ വല്ല പ്രയാസങ്ങളും വരുമോ എന്നുള്ളതല്ലേ നമുക്കുള്ള പരീക്ഷണം. ആ പരീക്ഷണത്തിന്റെ മുമ്പിൽ തോറ്റുപോകാതിരിക്കാനുള്ള പരിഹാര മാർഗമാണ് അല്ലാഹു പറയുന്നത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിക്കൂ. അങ്ങനെ പ്രഖ്യാപിച്ചാലും പോരാ, സുമ്മസ്തഖാമൂ, പിന്നീട് ആ പറഞ്ഞ വാക്കിനോട് നല്ല കൂറ് പുലർത്തിക്കൊണ്ട്, എന്റെ റബ്ബ് അള്ളയാണെന്ന് ഞാൻ പറയുന്ന വാക്കിനോട് കൂറ് പുലർത്തിക്കൊണ്ട് നേരെ ചൊവ്വേ അങ്ങ് ജീവിക്കുകയും ചെയ്താൽ യാഥാർത്ഥ്യമായി തീരുന്ന മരണത്തിന്റെ നേരത്ത് നിനക്ക് സന്തോഷിക്കാം. മരണനേരത്ത് നിന്റെ അടുക്കൽ മലക്കുകൾ വന്നുകൊണ്ട് സുവിശേഷം പറയും. അവര് സ്വർഗീയമായ ആനന്ദത്തിന്റെ കാഴ്ചകൾ കാണിച്ചു തരും. സ്വർഗീയമായ ആനന്ദത്തിന്റെ വാക്കുകൾ നിന്നോട് പറയും. നിന്നെ എതിരേറ്റ് വരവേറ്റ് അതേ സത്യവിശ്വാസികൾക്ക് ചെന്നു ചേരാനുള്ള സ്വർഗീയ ലോകത്തിന്റെ അനുമോദന സന്ദേശങ്ങൾ കൽപ്പിച്ചുകൊണ്ട് മരിച്ചു പോകുവാൻ സാധിക്കും. അതിലുമപ്പുറം നുസുലം മിൻ ഗഫൂരിർ റഹീം, റഹീമും ഗഫൂറുമായ റബ്ബൊരുക്കി വെച്ചിട്ടുള്ള സ്വർഗീയമായ വിരുന്ന് സൽക്കാരത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കണമെങ്കിൽ മരണം നന്നാകണമെങ്കിൽ റഹ്മാനായ റബ്ബ് നമ്മെ ഇഷ്ടപ്പെടണം. റബ്ബ് നമ്മെ ഏതവസരത്തിലും കൈവടിയാതെ റബ്ബിന്റെ കാവൽ നമുക്കുണ്ടാകണം. റബ്ബിന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. റബ്ബിന്റെ തിരുനോട്ടം എപ്പോഴും നമ്മിലുണ്ടാകണം. അതിന് റബ്ബ് നമ്മെ ഇഷ്ടപ്പെടണ്ടേ? അതിനെന്താ മാർഗം? സൂറത്തു മറിയമിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. സൂറത്തു മറിയമിലെ 96-ാമത്തെ ആയത്തിലൂടെ റബ്ബ് പറയാണ്, തീർച്ചയായും സത്യവിശ്വാസം ആരാണോ ഉൾക്കൊണ്ടത്, സത്യവിശ്വാസം സ്വീകരിക്കുകയും ആ വിശ്വാസം ഉണ്ടെന്ന് വെറുതെ പറഞ്ഞാ പോരാ, അത് കർമ്മത്തിലൂടെ പ്രവർത്തനത്തിലൂടെ തെളിയിക്കുകയും ചെയ്തുകൊണ്ട് വിശ്വാസവും വിശ്വാസത്തിൽ അടുത്തുയർത്തിയിട്ടുള്ള സൽക്കർമ്മങ്ങളും ജീവിതത്തിൽ കൊണ്ടുവന്നാൽ പരമകാരുണികനായ റബ്ബ് അവർക്കതാ നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണ് വുദ്ദാ. റബ്ബിന്റെ സ്നേഹം അവർക്ക് കിട്ടുന്നതാണ്. റബ്ബ് അവരെ ഇഷ്ടപ്പെടുന്നതാണ്. സഹോദരങ്ങളെ, അതില്ലെങ്കിൽ കേവലം ചില വാക്കുകളായാലോ? അള്ളാഹു പറയുന്നത് എന്താ? സൂറത്തുൽ ബഖറയിൽ വളരെ കൃത്യമായി ചില ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകണം. അല്ലാഹു പറയാണ്, വമിനൻ നാസി മയ്യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ. ജനങ്ങളിൽ കുറെ ആളുകളുണ്ട്, അവരിങ്ങനെ നാവുകൊണ്ട് വിളിച്ചു പറയുന്നുണ്ട്. അവരൊരു പക്ഷേ ആളുകളുടെ മുമ്പിൽ അങ്ങനെ ചമയുന്നുണ്ട്, ആളുകളുടെ മുമ്പിൽ അവരങ്ങനെ ഒരുപക്ഷെ അഭിനയിക്കുന്നുണ്ട്. എന്താണ് അവരുടെ വർത്തമാനം? അതെ, ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്. വബിൽ യൗമിൽ ആഖിരി, പരലോകവും ഞങ്ങൾക്ക് വലിയ പേടിയാണ്, പരലോകത്തിലും ഞങ്ങൾ വിശ്വസിച്ചവരാണ് എന്ന് പറയുന്ന ചില ആളുകളുണ്ട് ജനങ്ങളുടെ കൂട്ടത്തിൽ. എന്നിട്ടല്ല പറയുന്നത് കേട്ടോ, വമാഹും ബിമുഅ്മിനീൻ, പറയുന്നതിനോട് ഒരു കൂറും ആ പറയുന്ന ആളുകൾക്കില്ല. അവര് വിശ്വാസികളല്ല. പിന്നെ എന്തിനാ ഇവരിതൊക്കെ പറയുന്നത്? യുഖാദിഊനല്ലാഹ വല്ലദീന ആമനൂ, അവരല്ലാഹനെ പറ്റിക്കാമെന്നാ വിചാരിക്കുന്നത്. നല്ല വിശ്വാസികളുടെ ഇടയിലും കടന്നുകൂടിയിട്ട് നിങ്ങളെപ്പോലെയാണ് ഞങ്ങളും എന്ന് പറഞ്ഞിട്ട് അവരെയും പറ്റിക്കാമെന്നാണ് അവരുടെ ബോധം. പക്ഷേ പറ്റിക്കപ്പെടുന്നത് അവരവര് തന്നെയാ. അവർ വാസ്തവത്തിൽ അവരെ തന്നെ അല്ലാതെ വഞ്ചിക്കുന്നില്ല. പക്ഷേ അവരറിയുന്നില്ലല്ലോ. എന്തേ ഈ ആളുകൾക്ക് പറ്റിയ തകരാറെന്താ? ഫീ ഖുലൂബിഹിം മറദുൻ,
അവരുടെ ഹൃദയങ്ങളിൽ ചില അസുഖങ്ങളുണ്ട്, ചില രോഗം അവരുടെ കൽബിൽ പിടികൂടിയിട്ടുണ്ട്. ആ രോഗം തീരുന്ന ലക്ഷണമില്ല. കാരണം പഠിക്കാൻ തയ്യാറില്ല, ജീവിതത്തിൽ കൊണ്ടുവരാൻ തയ്യാറില്ല, കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറില്ല. അങ്ങനെ അവരുടെ ഹൃദയത്തിൽ അങ്ങനെ ഈ രോഗം ഇങ്ങനെ ഉരുണ്ടുകൂടിയിട്ട് ആ രോഗം നാൾക്ക് നാൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് വേദനയേറിയ ശിക്ഷയാണ് ലഭിക്കാനിരിക്കുന്നതെന്ന് അല്ലാഹു സൂറത്തുൽ ബഖറയിലെ 8, 9 ആയത്ത് 10 വചനങ്ങളിലൂടെ മുൻകൂട്ടി നമ്മെ അറിയിച്ചു തന്നിരിക്കുന്നു. സഹോദരന്മാരെ, ഇതിലേതിലാ നമ്മൾ പെടുന്നത്? ആമുഖമായി അതാ ചിന്തിക്കേണ്ടത്. അള്ളാഹുവിലുള്ള വിശ്വാസം പറയുന്നവർ മാത്രമാണോ, അതോ അതനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറുണ്ടോ? ഏതിലാണ് നമ്മൾ ഉൾപ്പെടുന്നത് എന്ന് ഓരോരുത്തരും അവരവരോട് ചോദിക്കേണ്ടതാണ്. ഇന്ന് ദുനിയാവെടുത്ത് നോക്കിയാൽ കാണുന്ന ഒരു പ്രശ്നം എന്താ? പേരിനൊരുപാട് മുസ്ലിമീങ്ങളുണ്ട്. അവരവകാശപ്പെടുന്നു ഞങ്ങൾക്കെല്ലാം അറിയാമെന്ന്. വേണമെങ്കിൽ അവർ പാരമ്പര്യത്തിന്റെ കഥകളും പറയും. പഴയകാലത്തുള്ള മൗലവിമാരുടെ ഒരുപാട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഹുതുബകളും ക്ലാസുകളും ഒക്കെ കേട്ടവരല്ലേ ഞങ്ങൾ. അതുപോലെ തന്നെ നല്ല നല്ല തറവാടുകളിലും പേരുകേട്ട പ്രശസ്തി കേട്ട തറവാടുകളിലുമൊക്കെ ജീവിച്ച് പഠിച്ചു വളർന്നവരല്ലേ ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏതാണ്ടൊരു ധാരണയൊക്കെ ദീനിനെ കുറിച്ചുണ്ട്, അത് ഞങ്ങളുടെ പ്രവർത്തനത്തിലുമുണ്ട് എന്നൊക്കെ പറയുന്നത് കൊണ്ട് പ്രിയമുള്ളവരെ, ആരെങ്കിലും പാരമ്പര്യം പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുമോ? നമ്മൾ മനസ്സിലാക്കണം, പാരമ്പര്യം കൊണ്ടൊന്നും ആരും രക്ഷപ്പെടുകയില്ല. അവരവർക്ക് എന്തേ സേവനം ചെയ്യാനായതെന്നാണ് ചോദ്യം. എനിക്കെന്ത് ചെയ്യാൻ സാധിച്ചു എന്നതാണ് ചോദ്യം. ഞാനെന്ത് അമല് ചെയ്തു എന്നതാണ് എന്റെ വിജയത്തിന്റെ മാനദണ്ഡം. ഞാൻ എന്ത് വിശ്വാസം വെച്ചു പുലർത്തി എന്നുള്ളതാണ് എന്റെ വിജയത്തിന്റെ മാനദണ്ഡം. ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ മഹാരഥന്മാരായ അമ്പിയായിനെ കുറിച്ച് അള്ളാഹു നമുക്ക് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓരോ സമുദായത്തിലേക്കും അമ്പിയാക്കന്മാര് അള്ളാഹുവിന്റെ പ്രത്യേകമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും അടങ്ങുന്ന ഗ്രന്ഥങ്ങളുമായി, ഉപദേശ നിർദ്ദേശങ്ങളുമായി, അധ്യാപനങ്ങളുമായി, ശർഈന്റെ കൽപ്പനകളുമായി കടന്നു വന്നപ്പോ അക്കാലഘട്ടത്തിലെ ജനങ്ങൾ അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ അവർക്ക് ലഭിച്ചു. അവിശ്വാസികൾ ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രവാചകന്മാരുടെ കൂടെ മിക്ക പ്രവാചകന്മാരുടെയും സത്യത്തിന്റെ സന്ദേശത്തിൽ ആകൃഷ്ടരായിക്കൊണ്ട് നല്ലൊരു ശതമാനം നല്ലവരായ ആളുകൾ പല പ്രവാചകന്മാരുടെയും കാലത്തുണ്ടായി. അത് ശരിയാണ്. അതുപോലെ തന്നെ അതിന്റെ അടുത്ത തലമുറയിലും ആ രൂപത്തിലുള്ള ചില നല്ല നല്ല സ്വഭാവങ്ങൾ നിലനിന്നു. പക്ഷേ കാലം കുറെ പിന്നിട്ട് പോയപ്പോ മഹാന്മാരായ ആളുകളുടെ ജീവിച്ച കാലഘട്ടത്തിൽ നിന്ന് ജനങ്ങൾ പിൽക്കാല തലമുറ ഇങ്ങനെ അകന്നകന്നു പോയി, ദൂരമ്പായി ഒരുപാട് ദൂരത്തേക്കായപ്പോ ആ മുൻഗാമികൾ പഠിപ്പിച്ച ആശയങ്ങൾ മനസ്സിലാക്കിയവര് തലമുറയല്ലാതെയാണ് പിന്നെ വളരുന്നത്. മുൻഗാമികൾ എന്താണോ പഠിപ്പിച്ചു കൊടുത്തതെങ്കിൽ ആ പഠിപ്പിച്ച ആശയങ്ങൾ എന്താണെന്ന് അറിയാത്തവര് തലമുറയാണ് പിന്നീട് വളർന്നു വരുന്നത്. അത് ചരിത്രത്തിൽ എപ്പോഴും കാണുന്നതാണ്. അമ്പിയാക്കളുടെ ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ട നല്ലവരായ തലമുറ, അവരോടടുത്ത തലമുറ, അവരൊക്കെ ഒരുവിധം നല്ല രൂപത്തിൽ നീങ്ങുമ്പോ പിന്നീടതാ കാലം കുറെ ദീർഘിച്ചു പോകുമ്പോ പിന്നെ ആ പരമ്പരയിൽ വന്നിട്ടുള്ള മക്കളും മക്കളുടെ മക്കളുമൊക്കെ ഞങ്ങളുടെ വാപ്പ ഉപ്പാപ്പമാരായ നേതാക്കന്മാര് ഈ ലോകത്തിന് കാഴ്ചവെച്ച സത്യത്തിന്റെ ആശയം എന്താണെന്ന് അവർക്ക് കേട്ടുകേൾവി മാത്രമായി തീരുകയും സന്മാർഗത്തിന്റെ പാതയിൽ നിന്ന് ഏറെ വ്യതിചലിച്ചു പോവുകയും ചെയ്ത സംഭവങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട് വിശ്വാസികളെ. അതുകൊണ്ട് റബ്ബ് നമ്മളോടൊരു മുന്നറിയിപ്പ് നടത്തിയിട്ടുണ്ട്. അത് നമ്മൾ കൃത്യമായി തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. സൂറത്തുൽ ഹദീദിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുകയാണ്. സൂറത്തുൽ ഹദീദിൽ അല്ലാഹു തആല അന്ന് സഹാബത്തിനോട് ചോദിച്ച ചോദ്യമാണെന്ന് മനസ്സിലാക്കണം. ആ ചോദ്യം ഇനി നമ്മളോടാണെങ്കിൽ എവിടെയായിരിക്കും, എന്തായിരിക്കും അവസ്ഥ? അലം യഇനിലില്ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്
وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. അല്ലാഹ് ചോദിക്കുകയാണ്, വിശ്വാസികൾക്ക് സമയമായില്ലേ? ഇനിയും മുഅ്മിനീങ്ങൾക്ക് സമയമായില്ലേ? എന്തിന്? അവരുടെ ഹൃദയങ്ങളിൽ ഒരു പേടി വരാൻ ഇനിയും നേരമായില്ലേ? എന്തിനെക്കുറിച്ചുള്ള പേടി? ലിദിക്രില്ല, അള്ളാനെ കുറിച്ച് ഓർത്തിട്ട്, റബ്ബിന്റെ കൽപ്പനകളെ കുറിച്ച് ഓർത്തിട്ട് അവരുടെ മനസ്സുകളിൽ ഒരു പേടി തോന്നാൻ ഇനിയും നേരമായില്ലയോ? വമാ നസല മിനൽ ഹഖി, അല്ലാഹ് ഇറക്കിയിട്ടുള്ള സത്യത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ആ സത്യത്തിന്റെ സന്ദേശങ്ങളെ പഠിച്ചു മനസ്സിലാക്കിയിട്ട് ഒന്ന് പടച്ചവനെ പേടിച്ച് ജീവിക്കാൻ ഇനിയും നേരമായില്ലേ? തുടർന്നുകൊണ്ടല്ല മുന്നറിയിപ്പ് നൽകുന്നതെന്താ? വലായകൂനു, അവരായിത്തീരാതിരിക്കാനും. അത് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹ് മുഅ്മിനീങ്ങളോടാ പറയുന്നത്, നിങ്ങൾ ആയിത്തീരാൻ പാടില്ല. ആരെപ്പോലെ? കല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബൽ, മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട യഹൂദികളുണ്ട്. ഇവിടെ തൗറാത്ത് കിട്ടിയ യഹൂദികളുണ്ട്, ഇഞ്ചീല് കിട്ടിയ നസ്രാനികളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, സബൂർ കിട്ടിയ ആ ദാവൂദ് അലൈഹിസ്സലാമിന്റെ ജനതയുണ്ട്. അവർക്കൊക്കെ സംഭവിച്ചതെന്താ? അവരെ പോലെ നിങ്ങളായിത്തീരാതിരിക്കാനും നിങ്ങൾക്ക് സമയമായില്ലേ? ആ ജനതക്ക് സംഭവിച്ചതെന്താ? മൂസാ നബിയുടെ ജനതക്ക് സംഭവിച്ചതെന്താ? ഈസാ അലൈഹിസ്സലാമിന്റെ ജനതക്ക് സംഭവിച്ചതെന്താ? അവർക്കൊന്നും കിതാബ് കിട്ടാത്തത് കൊണ്ടാണോ? അല്ലാഹ് കിതാബ് ഇറക്കാഞ്ഞിട്ടാണോ? തൗറാത്ത് കിട്ടാത്തത് കൊണ്ടാണോ? ഇഞ്ചീല് കിട്ടാത്തത് കൊണ്ടാണോ അവരുടെ ജനത പിഴച്ചുപോയത്? എന്തേ അവർക്ക് സംഭവിച്ചത്? മൂസ നബിയുടെയും ഈസ നബിയുടെയും ആ മഹാരഥന്മാരൊക്കെ ജീവിച്ച് അവരുടെയൊക്കെ കാലഘട്ടം അങ്ങ് കഴിഞ്ഞ് അടുത്ത തലമുറ രംഗത്ത് വന്ന് പിന്നീട് അവരുടെ മക്കളായി പെറ്റ് പെരുകിക്കൊണ്ട് പിന്നീടൊരു തലമുറ അങ്ങ് വന്നപ്പോ ഫതാല അലൈഹിമുൽ അമദു, കാലം കുറെ അങ്ങ് നീണ്ടുപോയി. നബിമാരി സത്യം പഠിപ്പിച്ച കാലവുമായിട്ട് ഇവർ ഒരുപാട് ദൂരെയായി. അങ്ങനെ ദൂരെയായപ്പോഴോ ആ നബിമാര് പഠിപ്പിച്ച ആദർശം ഈ പിന്തലമുറ അങ്ങ് മറന്നും പോയി. ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങളൊക്കെ കടുത്തുറച്ചുപോയി. വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ അധിക പേരും തെമ്മാടികളും ദുർവൃത്തരുമായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാ? മുഅ്മിനീങ്ങളെ, അല്ലാഹ് ഇറക്കിയ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ട്. അതിന്റെ ആധികാരിക വ്യാഖ്യാതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹീഹായ ഹദീസുകളും നമ്മുടെ മുമ്പിലുണ്ട്. അത് നേർക്കുനേരെ കേൾക്കാനും കാണാനും പഠിക്കാനുമൊക്കെ അവസരം ലഭിച്ചുപോയ മഹാരഥന്മാരായ സലഫുസ് സാലിഹ് എന്ന് പറയുന്ന ആ സച്ചരിതരായ സ്വഹാബാക്കളുടെ ജീവചരിത്രങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ പഠിച്ചു മനസ്സിലാക്കുവാനുള്ള തൗഫീക്ക് കിട്ടാതെ അതിനോടൊക്കെ പുറംതിരിഞ്ഞു നിന്നിട്ട് ഞങ്ങളും ഈ ഖുർആനിന്റെ ആളുകളാ, ഹദീസിന്റെ ആളുകളാ, ഇതൊക്കെ ഒരുപാട് കേട്ടവരാ, ഇതൊക്കെ ഒരുപാട് പഠിച്ചവരാന്ന് പറഞ്ഞിട്ട് വല്ല പ്രയോജനവുമുണ്ടോ? അതുകൊണ്ടൊന്നും കാര്യമില്ല. അതിലൊന്നും പെട്ടുപോകാതെ ഖുർആൻ പഠിക്കണേ, ഹദീസ് പഠിക്കണേ. എന്താ അതിന്റെ കാരണം എന്ന് പറയുന്നത്? യഅലമൂ, നിങ്ങൾ മനസ്സിലാക്കണം, അന്നല്ലാഹ യുഹ്യിൽ അർള ബഅദ മൗതിഹാ, ഒരു ഉപമയിലൂടെ റബ്ബ് കാര്യം പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹനെ നിങ്ങൾ നോക്കൂ, ഈ വരണ്ട് കിടക്കുന്ന ചത്തുകിടക്കുന്ന മണ്ണിലേക്ക് മഴ കിട്ടിയാൽ ഏത് കൊട്ടപ്പറമ്പിലും പുല്ല് മുളച്ച് അത് കാർഷികമായ രൂപത്തിൽ അഭിവൃദ്ധിപ്പെടുന്നത് കാണാറില്ലേ? ഏത് ചത്ത മണ്ണിലും വെള്ളം കിട്ടിയാൽ അതിന് പുതുജീവൻ കിട്ടാറില്ലേ? ചിന്തിക്കുന്നവർക്ക് ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തമുണ്ട്. അതിനാ കാര്യം വിവരിച്ചു തരുന്നതെന്ന് അല്ലാഹ് പറയുന്നത് എന്തിനാ? അള്ളാന്റെ ദീനില്ലെന്ന് ആരെങ്കിലും പിറകോട്ട് പോയോ? റബ്ബിന്റെ ഖുർആൻ പഠിക്കാതെയായോ? ഹദീസുകളെ കുറിച്ച് പഠിക്കാതെ പോയോ?
നമ്മുടെ മാതൃകാ നേതാക്കളായ സ്വഹാബത്തിന്റെ വിശ്വാസം പഠിക്കാതെ, അവരുടെ ആചാരങ്ങൾ മനസ്സിലാക്കാതെ, അവരുടെ ചരിത്രം പഠിക്കാതെ ഓരോരുത്തരും അവരവർക്ക് തോന്നിയതുപോലെ ദീന് പറയാനും പഠിക്കാനും തുടങ്ങിയോ എങ്കിൽ ചിന്തിച്ചോളണം, ഏത് ചത്ത കൽബാണെങ്കിലും വഹയിന്റെ മഴ പെയ്താൽ, ഖുർആനാകുന്ന ഹദീസാകുന്ന ആ പ്രമാണങ്ങളുടെ ആ മഴയങ്ങ് കൽബിലേക്ക് ഇറങ്ങിയാൽ ഏത് ചത്തുപോയ കൽബിനും ജീവൻ കിട്ടും ജനങ്ങളെ. അതുകൊണ്ട് പഠിക്കാൻ മുന്നോട്ട് വരണേ. ഖദ് ബയ്യനാ ലകുമുൽ ആയാതി ലഅല്ലകും തഅഖിലൂൻ. ആയത്തുകൾ നാം നിങ്ങൾക്ക് വിവരിച്ചു തരികയാണ്, നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി എന്നാണ് അല്ലാഹു തആല പറയുന്നത്. സഹോദരങ്ങളെ, ഇത് നമുക്കും പാഠമാകണം, നമുക്കും പാഠമാകണം. കേരളത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മഹാരഥന്മാരായ നേതാക്കളുടെ വിയർപ്പൊഴുക്കിയിട്ട് പാടുപെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പള്ളികളും സ്ഥാപനങ്ങളും കോളേജുകളും അതുപോലെയുള്ള ഒരുപാട് മഹൽ സംരംഭങ്ങളും ഇന്നത്തെ അതിന്റെ പിൽക്കാലാവകാശികളുടെ അവസ്ഥ എന്താണെന്ന് വളരെ ഗൗരവത്തോടെ, ആരെയും കുറ്റപ്പെടുത്താതെ ഗൗരവത്തോടെ ചിന്തിക്കണം. മഹാരഥന്മാര് വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിന് തിരികൊളുത്തിയ മണ്ണിൽ വിശുദ്ധ ഖുർആനിന്റെ പഠിതാക്കളുടെ എണ്ണം ഇന്ന് എത്രയാണ്? മഹാരഥന്മാരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾ ലോകത്തിന് പകർന്നു കൊടുത്ത നാടുകളിൽ ഹദീസുകളോട് പുച്ഛമനോഭാവം വളർന്നു വരുന്ന ഒരു തലമുറ വരുന്നുണ്ടെങ്കിൽ എവിടെയോ പിഴച്ചുപോയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാരഥന്മാരായ സ്വഹാബാക്കിറാമിന്റെ ചരിത്രങ്ങൾ കേട്ട്, പടപ്പാട്ടുകൾ കേട്ടുണർന്ന ഒരു മണ്ണിൽ ആദർശ രംഗത്ത് നിന്ന് ആരെങ്കിലും വഴുതി തെന്നിമാറിയിട്ട് മറ്റാരുടെയെങ്കിലും ആലയങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, റഹ്മാനായ റബ്ബിന്റെ കിതാബും സുന്നത്തും മുൻഗാമികളായ സഹാബത്തിന് പരിചയമില്ലാത്ത നിലക്ക് ആരെങ്കിലും വ്യാഖ്യാനിക്കാൻ മുതിർന്നിട്ടുണ്ടെങ്കിൽ അബദ്ധങ്ങൾ എവിടെയോ പ്രിയമുള്ളവരെ സംഭവിച്ചിട്ടുണ്ട്. അബദ്ധങ്ങൾക്ക് പരിഹാരമുണ്ട്, തൗബയുണ്ട്. എന്താണ് വേണ്ടത്? ശർഈയായ ഇൽമു നമ്മൾ പഠിക്കണം, നമ്മൾ പഠിക്കണം. അറിവാണ് പ്രിയമുള്ള സഹോദര സഹോദരി നമ്മുടെ ഏറ്റവും വലിയ ആയുധം. ഏതാണ് ഈ അറിവ്? മെഡിക്കൽ കോളേജിലെ, എഞ്ചിനീയറിംഗ് കോളേജിലെ, പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലെ ഭൗതിക ലോകത്തുള്ള വിജ്ഞാനങ്ങൾ മാത്രമല്ല, അതും ഈ ലോകത്ത് നമുക്ക് അന്യവൽക്കരിക്കപ്പെട്ട വിജ്ഞാനങ്ങളല്ല. പക്ഷേ ആ വിജ്ഞാനങ്ങളെക്കാളെല്ലാം ഉപരി, ആ വിജ്ഞാനങ്ങൾ കൊണ്ടൊക്കെ പ്രിയമുള്ള സഹോദര മരണം വരെയുള്ള ജീവിതത്തിനാണ് അതൊക്കെ. മരണം വരെ ഇവിടെ അല്ലലും മലട്ടലുമില്ലാതെ ജീവിക്കുവാനും 4 അക്കവും 5 അക്കവും ശമ്പളം പറ്റി തന്റെ മാതാപിതാക്കളെയും കുടുംബത്തെയും ഒക്കെ പോറ്റിയിട്ട് നല്ല മാന്യമായ ഒരു ജീവിതം ജീവിക്കാൻ തന്നെയാണ് അത്തരത്തിലുള്ള ജോലികളൊക്കെ. പക്ഷേ നമ്മുടെ ലക്ഷ്യം അതല്ലല്ലോ. നമ്മുടെ ലോകം ഇവിടം കൊണ്ട് തീരുന്നില്ലല്ലോ, മരണം മുതേന തുടങ്ങുന്നുവല്ലോ. എങ്കിൽ ആ മരണം മുതൽക്ക് നമുക്ക് ഏറെ ഉപകാരപ്പെടേണ്ടുന്ന അറിവിനോട് പുറംതിരിഞ്ഞു നിൽക്കല്ലേ. അരീക്കോടിന്റെ മണ്ണിലും അതുപോലെ തന്നെ പല പ്രദേശങ്ങൾക്കും ഒരു സാംസ്കാരികമായ ചരിത്രമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഡോക്ടർമാരുണ്ടായിട്ടുണ്ട്, എഞ്ചിനീയർമാരുണ്ടായിട്ടുണ്ട്, ശാസ്ത്രീയമായി വളരെ മുന്നേറിയ വൈജ്ഞാനിക നഭോമണ്ഡലത്തിലേക്ക് കയറിപ്പോയ നേതാക്കളുണ്ടായിട്ടുണ്ട്. പക്ഷേ അത്തലമുറയുടെ അന്നത്തെ നേതാക്കൾക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അവരതൊക്കെ പഠിക്കുമ്പോഴും ഒരു ഭാഗത്ത് റബ്ബിന്റെ ശർഈയായ ഇൽമു പഠിച്ചവരാ, ഖുർആൻ അവർക്ക് പഠിപ്പിച്ചു വരുന്നവരാണ്. അവർ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ രാത്രിയിൽ കരഞ്ഞിരുന്നവരാണ്. ബഹുമാന്യ ഗുരുനാഥൻ കെ.സി. അബൂബക്കർ മൗലവി തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ എങ്ങലടിച്ച് കരയുന്നത് ഈ ഉള്ളവൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. ബഹുമാന്യനായ കെ.പി. മുഹമ്മദ് മൗലവി, അതുപോലെ തന്നെ എൻ.വി. അബ്ദുസ്സലാം മൗലവി തുടങ്ങി വെച്ച ഖുർആൻ ക്ലാസിന്റെ ആ ഒരു വലിയ ആവേശം കേരളത്തിന്റെ ഏത് ഭാഗത്തേക്കായി എത്തിച്ചേരാതെ ബാക്കിയുള്ളത്? ഓ പ്രിയമുള്ളവരെ, അന്നൊക്കെ ഭൗതികമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി, തങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞേക്കുമ്പോഴും അവരുടെ ദീനവിടെ അരക്കിട്ടുറപ്പിച്ചിട്ടുള്ള വിജ്ഞാനമാ കൊടുത്തിട്ടുള്ളത്. ആ ഒരു തലമുറ കഴിഞ്ഞപ്പോ അടുത്ത തലമുറയിലും അതിന്റെ നല്ല ഗുണഫലങ്ങൾ നിലനിന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ തലമുറയുടെ സ്ഥിതി എന്താണെന്ന് നമ്മളൊക്കെ കൂട്ടമായി തന്നെ ആലോചിക്കേണ്ടതല്ലേ?